നമസ്കാരം. ഡെമോക്രസിയാണ്. എല്ലാവർക്കും സ്വാഗതം. വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണത്രേ കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസിന്റെ യഥാർത്ഥ പേര് സ്വന്തമാക്കിയിട്ടുള്ള PC തോമസിന്റെ പാർട്ടിയും ഒടുവിൽ പിളർന്നിരിക്കുകയാണ്. ചെയർമാൻ PC തോമസിനെ സ്കറിയ തോമസും സംഘവും പുറത്താക്കി. ആരാണ് ഈ PC തോമസ്? സ്കറിയ തോമസിന്റെ വർണ്ണന തന്നെ കേൾക്കുക. സ്കറിയ തോമസ് അദ്ദേഹത്തെ കൈയാണോ കാലാണോ വളർന്നു വരുന്നതെന്ന് നോക്കി ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് പോലെ ഓരോ ഘട്ടത്തിലും വളർത്തി കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പിതാവിന് പോലും കേന്ദ്രത്തിൽ മന്ത്രിയാകാൻ പറ്റിയിട്ടില്ല. മാണി സാർ അവിടെ വന്നു, നിങ്ങൾക്കറിയാം, മന്ത്രിയാകാൻ വേണ്ടി ശ്രമിച്ചു, നടന്നില്ല. ആ സ്ഥാനത്ത് ശ്രീമാൻ PC തോമസിനെ കേന്ദ്രത്തിൽ മന്ത്രിയാക്കിയത് അവിടെ കേന്ദ്ര ഗവൺമെന്റിൽ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന സന്ദർഭത്തിലല്ല, കടല് പോലെ കേന്ദ്രത്തിൽ ഭൂരിപക്ഷമുള്ള അവസരത്തിൽ ഈ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് കേരള കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ PC തോമസിനെ കേന്ദ്രത്തിൽ മന്ത്രിയാക്കിയെങ്കിൽ ആ മന്ത്രിയായത് ഞാനാണ്. ഈ ദേവാലയത്തിന്റെ മുന്നിൽ നിന്ന് ഞാൻ സത്യം ചെയ്ത് പറയാം. PC തോമസോ PC തോമസിന്റെ കുടുംബക്കാരോ ഞാനല്ലാതെ PC തോമസ് പോലും അറിഞ്ഞിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്. PC തോമസ് അർദ്ധരാത്രിയിൽ സുഖമായി പുതപ്പ് വലിച്ച് വിണ്ടനിൽ കിടന്ന് ഉറങ്ങുമ്പോൾ രാത്രിയിൽ പ്ലെയിനിൽ ഇരുന്ന ഒരു സ്നേഹിതനെ കണ്ട് അദ്ദേഹവുമായിട്ട് കൂടി ആ രാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ തുടങ്ങി വെച്ച ആ പ്രക്രിയയുടെ ഫലമല്ലേ PC തോമസ് നിങ്ങൾ മന്ത്രിയായത്? കേരളത്തിൽ കൗതുകകരമായ സമരങ്ങൾ ചെയ്യുന്ന നേതാവ് കൂടിയാണ് PC തോമസ്. PCയുടെ സമര നാടകങ്ങളെക്കുറിച്ചും പാർട്ടിക്കാർക്ക് ഗംഭീര അഭിപ്രായമാണ്. ഇമാതിരി സമരങ്ങൾക്കൊപ്പം ഗതികേട് കൊണ്ട് നിന്നുകൊടുത്തതാണത്രേ സ്കറിയ തോമസും സംഘവും. മന്ത്രിയായ അന്നുണ്ട് ഈ രോഗം. ഇന്ന് ഈ കേക്കറോടെ കൂടെ തേരപ്പാര തുണിയും പൊറിച്ചിട്ട് വെള്ളത്തിൽ ചാടുന്ന പോലെ, റബ്ബർ മരവും വലിച്ചുകൊണ്ട് പോരുന്ന പോലെ, തേങ്ങ വലിച്ച് കടലിലെറിയുന്നത് പോലെ അദ്ദേഹത്തിന് അന്നും ഈ കുരങ്ങന്റെ സ്വഭാവമുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത് 8 മണിയായപ്പോൾ രാഷ്ട്രപതി ഭവൻ എന്ന് പറഞ്ഞ 300 ഏക്കർ സ്ഥലവും ആരാണ്ട് 2 കൊശവന്മാരി എന്ന് പറഞ്ഞ് സാറേ ന്യൂസ് അടിക്കാം, ന്യൂസ് എന്ന് കണ്ടാ പിന്നെ ഹാലിളകും. എന്താ ന്യൂസ് അടിച്ച് ചെയ്യാൻ പോയത്? എന്നോട് വന്ന് പറഞ്ഞു, നമുക്ക് നീല ലോകദാസ് നടാർ രാജഭവനിൽ നിന്ന് ഒരിക്കൽ സത്യപ്രതിജ്ഞ എഴുതി നടന്നുപോയി, അതുപോലെ രാഷ്ട്രപതിഭവനിൽ നിന്ന് നമുക്ക് നടക്കാവുന്ന 8 കിലോമീറ്റർ പോകണം കേരളത്തോട്ട്. രാത്രി 9:30 ആ മഞ്ഞത്ത് സത്യവാനായി പറയുന്നത് ഈ പ്രാന്തനോട് എന്നാ മറുപടി? ഞാൻ ദൈവം ഇത് മന്ത്രിയായപ്പോ തലയ്ക്ക് ഇളക്കം പോലും വിഭ്രാന്തി പല രീതിയിലല്ലേ. ചിലർക്ക് സന്തോഷം കൊണ്ട് ഇതെന്ത് പറ്റി? ഞാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നാ പറ്റുന്നു? ഇതിന്റെ ഇടയ്ക്കൊന്നും കഴിക്കാനും നേരം കിട്ടിയിട്ടില്ലല്ലോ, രാഷ്ട്രപതിയില്ലേ. അല്ല, നടന്ന നല്ല ന്യൂസാണ്. ഞാൻ ഞാനൊരു കാര്യം തല്ലുകൊള്ളൂ എന്ന് പറഞ്ഞു. എല്ലാരും കാറെ പോകുമ്പോഴത്തേക്ക് രാഷ്ട്രപതി ഭവനിൽ ഈ സെക്യൂരിറ്റിയുടെ നടുക്കൂടെ അവർ ചെവിക്ക് പിടിച്ച ഏറോട് കൊടുക്കും. അവിടെ നിന്ന് നടക്കാൻ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ചിന്താവാദം വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞ ജോലി നോക്കാൻ പറഞ്ഞു. ഞാൻ കാറെ കയറി ഞാൻ താമസിക്കുന്നതൊക്കെ കിടന്ന് തുടങ്ങി. ഇയാൾക്ക് എന്നെ പറ്റി അവിടെ തുടങ്ങി ഇതുപോലെ ചീപ്പ് പോപ്പുലാരിറ്റി. ഈയുടെ ചാനലിനകത്ത് കണ്ട തൊലിക്കെട്ടി തോമാന്ന് പറഞ്ഞോണ്ടാ ഇപ്പൊ അദ്ദേഹം തൊലിക്കെട്ടി തോമാ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഒരാള് ഒരു ചിട്ടി തന്നതാ, ഒരു പരിപാടി പുള്ളി ഇട്ട് പെട്ടെന്ന് നടപ്പിലാക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ ഉടൻ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്നാ പരിപാടി? ഒരു 4 ശവപ്പെട്ടി മേടിച്ച് ഗാന്ധി പ്രതിമയുടെ അടുക്ക് വെക്കാൻ ഇടപാട് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു ശവപ്പെട്ടി. ഞാൻ ചോദിച്ചു ഏത് പോലെ ഇപ്പൊ മാറ്റിക്കൊണ്ട് വന്നത്? നല്ലൊരു പ്രോഗ്രാമാണ്, ഇതുവരെ ആരും ചെയ്യാത്തതാണ്. ഞാൻ ചെന്നൈ ചവപ്പെട്ടി കൊണ്ട് എന്നെ എടുക്കാൻ ഈ ചവപ്പെട്ടി ചുമന്നുകൊണ്ട് പോകുന്നതൊക്കെ ഫാൻസി ഡ്രസ്സിനൊക്കെ പണ്ടുണ്ട്. അങ്ങനെയല്ല, ഗാന്ധി പ്രതിമയുടെ അവിടെ നമുക്ക് ഗാന്ധി പ്രതിമയ്ക്ക് ചുറ്റും ഒരു 4 ശവപ്പെട്ടി അങ്ങ് വഹിച്ചിട്ട് കുഞ്ഞച്ചനും കിടക്കുക, ഞാനും കിടക്കുക, ജയമാരെ
സത്യമായി ഞാനും കിടക്കുക, കുഞ്ഞച്ചനും കിടക്കുക, നമ്മുടെ ഭാരവാഹികൾ 4 പേര് കിടക്കുക. രാവിലത്തെ 10 മണി മുതൽ 5 മണി വരെ കിടക്കുക. എന്നിട്ട് നമുക്കൊരു പൊതുയോഗം നടത്തുക. ഞാൻ എന്റെ PC ഈ ശവം മുള്ളാൻ മുട്ടിയല്ല ചോദിച്ചു. ഈ രാവിലെ 10 മണി മുതൽ 5 മണി വരെ ശവം അവിടെ കിടക്കുമ്പോ ശവം കഴിക്കേണ്ട പോട്ടെ, മൂത്രം ഒഴിക്കണ്ടേ, ശവം എഴുതി പോയാൽ സാറിന്റെ ആഫീസിൽ 3-4 റീത്തോടെ റെഡിയാക്കി വെച്ചിരിക്കുക. ഇത് കിടക്കാൻ നോക്കിയിരിക്കുക അവരിവിടെ വെക്കാൻ. മണവാളൻ മധുവിന് ഘോഷിക്കാൻ വരുന്നത് പോലെ ചിരിച്ച് ഉല്ലസിച്ച് ഉമ്മയും കൊടുത്ത് കയറി വരുന്ന കണ്ടപ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉടമയായതുകൊണ്ട് എന്റെ ശരീരത്തിന് എനിക്ക് തോന്നി കൈ തോക്കണ്ടായിരുന്ന ഒരു കീറ് കൊടുത്തേ കൊള്ളാവും. മനുഷ്യനാണോ ഇത്? ഇങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടുകൊണ്ട് വഴിനാഥൻ മുഴുവൻ നടന്ന് കഞ്ഞിവയ്യല്ലായിരുന്നു. ആർക്കേലും ഒരു കവള് കിട്ടിയോ? ആ കഞ്ഞി വെച്ചുകൊണ്ട് നടന്നപ്പോഴുണ്ടായ സംഭവം എറണാകുളത്ത് കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൻസ് ജോസഫ് അതിൽ കടന്നു വന്നു. ഇദ്ദേഹത്തിന് ആരെ കണ്ടാലും മുദ്രാവാക്യം വിളിക്കണം. മോൻസ് ജോസഫിന് കയ്യിൽ നടന്ന് പൊക്കി ഉടനെ വിളിക്കുക, മോൻസ് ജോസഫ് നേതാവേ, മോൻസ് സാറേ വന്നോളൂ, കഞ്ഞി വേണേ തന്നേക്കാം. അത് കഴിഞ്ഞ ഉടനെ കുർലാൻ വന്നു, കുർലാൻ സാറേ നിർത്തിക്കേ, കഞ്ഞി വേണേ. ഇങ്ങനെ ഒരു പ്രാന്തൻ മുദ്രാവാക്യം വിളിക്കും. ഏതെങ്കിലും ഒരു നേതാവ് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കും? ഇനി പിരിവിനെ കുറിച്ചാണ്. മച്ചാനും ആയിരുന്നപ്പോൾ PC തോമസിനൊപ്പം നാടുനീളെ നടത്തിയ പിരിവ് പരിപാടിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ. ഒരേ നമ്പറിൽ രശീതി അടിച്ച് പലയിടത്തു നിന്നും പിരിവ് നടത്തി പോക്കറ്റിലാക്കുന്ന PC തോമസിന്റെ കലാപരിപാടി. പാർട്ടിയുടെ ഉദ്ഘാടനം ഈ വരുന്ന കർക്കിടക മാസത്തിലെ കറുത്തവാവിന് നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം. അയ്യോ, സന്തോഷമല്ല വേണ്ടത്, സംഭാവനയാണ്. പിറ്റാക്ക് നിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ പിറ്റാകൻ എന്നെ മുടക്ക്. ഇത് കണ്ടോ, കേരള കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രവർത്തന ഫണ്ട് നമ്പർ 0363 പ്രവർത്തന ഫണ്ട് നന്ദിപൂർവം കൈപ്പറ്റിയിരിക്കുന്നു 1000 rupees. നമ്പർ വായിച്ചല്ലോ, 0363. എല്ലാരും കണ്ടില്ലേ? ഭാഗം നോക്കി വായിച്ചേ, ശരിയാണോ? 1000 രൂപയെങ്കിലും സംഭാവന തരണം. 1000 രൂപയോ? നല്ല ശിക്ഷയായി. എന്നാലൊരു 100 രൂപയെങ്കിലും തരണം സാർ. രസീത് ബുക്ക് അച്ചടിപ്പിക്കാനാ. ഒരു രക്ഷയില്ല. ശരി, പാർട്ടിക്ക് തരണ്ട, എനിക്കൊരു 10 രൂപയെങ്കിലും തരണം സാർ. രാവിലെ ഒന്നും കഴിച്ചില്ല. ഇനി അടുത്ത് വരുന്നു രസീത്. അതേ നമ്പര് തന്നെ, 0363. എന്റെ പത്രക്കാര സുഹൃത്തുക്കള്, ഞാൻ തെളിവിന് വേണേ കൊടുത്തരാം. ഇതെങ്ങനാ? ഒരേ നമ്പരിൽ 2 രസീത്, 2 പേര്. അപ്പം ഒരു 100 രൂപ 1000 രൂപ മുടക്കിയാൽ ഒരു 10,000 ബുക്ക് ഉണ്ടാക്കാം. ഇതിന് കുറ്റിയും കിറ്റിയൊന്നും ഇല്ല. ഇത് തിരിച്ചാ പോരെ. വലിയ 16 കൊല്ലം MP ആയിട്ടിരുന്ന സത്യസന്ധനായ ഹരിചന്ദ്രൻ PT ചക്കോയുടെ സീമന്തപുത്രൻ അഴിമതി രഹിതൻ അടിക്കുന്ന പാർട്ടിയുടെ നില ഇതാ. 0363 ഒരിക്കലും മറക്കരുത്. ആട്ടെ, നിങ്ങളുടെ പാർട്ടിക്ക് നയപരിപാടികൾ വല്ലതും ഉണ്ടോ? അതേ ഉള്ളു സാറേ. വല്ലതും തൊട്ട് കിട്ടുന്ന പാർട്ടിയുടെ കൂടെ നയത്തി നിൽക്കുക. അവരുടെ പരിപാടി കുഴയുമ്പോ അടുത്ത പാർട്ടിയിലോട്ട് കാലുമാറുക. സംഘടനാ ശക്തി തെളിയിക്കാനും ഇരു കൂട്ടരും തയ്യാറാണ്. പിളർന്ന് രണ്ടായ കൂട്ടരുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള പെടാപ്പാട്. ഓരോരുത്തരുടെയും കൂടെയുള്ളവരെ പേരു പറഞ്ഞ് ഉറപ്പിക്കൽ. ഒരേ പേര് തന്നെ 2 പേരും ആവർത്തിച്ച് പറഞ്ഞാലും അതിശയിക്കരുത്. കാരണം ഇത് കേരള കോൺഗ്രസ് ആണ്. അപ്പോൾ ലേലം വിളി തുടങ്ങാം. ചെയർമാന് പുറത്താക്കൽ പ്രക്രിയ നമ്മൾ പൂർത്തിയാക്കി. നമ്മുടെ പാർട്ടിയിലേക്ക് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഭാരവാഹികളെല്ലാം നമ്മളോട് ഉണ്ട്. CT എബ്രഹാം, ശ്രീ ജോർജ് കുന്നപ്പുഴ, അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഇവിടെ ഇല്ലേ? തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സതീഷ് കുമാർ. അപ്പൊ ഞാൻ പറഞ്ഞ ജോർജ് തോമസ്. കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഫിലിപ്പോസ്. കൊല്ലത്തെ നമ്മുടെ അഡ്വക്കേറ്റ് ശിവനാഥ്. കോട്ടയം ജില്ലാ പ്രസിഡന്റ്, പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കോട്ടയത്ത് ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന അഡ്വക്കേറ്റ് സോണി തോമസ്. ജോഷി അടിമാലി. എറണാകുളം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ പ്രകാശ് കുര്യാക്കോസ്. പിന്നെ KV വർഗീസ് പ്രതിസന്ധി.
ഉണ്ട്. തൃശൂർ ശ്രീ KK ജോർജ്, ആലപ്പുഴ KV സുരേന്ദ്രൻ, ശ്രീ ജോൺ കാഞ്ഞിരത്തിക്കൽ, പിന്നെ വക്കച്ചൻ ആലക്കാപ്പറമ്പിൽ, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശ്രീ PJ ജോസഫിന്റെ വളരെ അടുത്ത അനുയായിയായിരുന്നു. ഇടുക്കി ജോണി, കോഴിക്കോട് നിന്ന് എത്രയോ ആളുകൾ ഇന്ന് വന്നിരിക്കുന്നു. പിന്നെ കോഴിക്കോട് PT മാത്യു വന്നിട്ടില്ല, പക്ഷെ അവർ ട്രെയിൻ താമസിച്ചാണ് വരും. കോഴിക്കോട് PT മാത്യു ഒന്ന് എഴുതുന്നുണ്ട്. വയനാട് കാവരൻ വന്നിട്ടില്ല, പക്ഷെ നമുക്ക് ലെറ്റർ അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ വയനാട് കാത്തലിൻ ടീച്ചറാണ്. കണ്ണൂർ KC ജേക്കബ് മാസ്റ്റർ, അദ്ദേഹത്തിന്റെ പേരിലാണ്, അദ്ദേഹമാണ് ഈ മർദ്ദനത്തിന് വിധേയനായി ഇന്ന് ആശുപത്രിയിൽ ബൈപ്പാസ് സർജറി ആയിട്ട് ബാംഗ്ലൂർ കിടക്കാണ്. എല്ലാ യോഗത്തിനും വരുന്ന ആളാണ്, ഇന്ന് വന്നിട്ടില്ല. നമ്മുടെ ജില്ലാ പ്രസിഡന്റുമാരൊക്കെ എങ്ങോട്ട് പോയി, ആരും പോയിട്ടില്ല. മൈക്കിള് കാസർഗോഡ് മൈക്കിള് നല്ല പ്രാസംഗികനാണ്. എന്ത് കാസർഗോഡ് ശ്രീ ഹരി, അയ്യോ ഒരാൾ വിട്ടുപോയി. ജെറി ഈശോ തെരുവിലുണ്ട്. പാലക്കാട് വർഗീസ്, വനിതാ കോൺഗ്രസ് ലിസി മത്തായി, മലപ്പുറം VT ബേബി, മനു, നമ്മുടെ മനു നേരത്തെ വളരെ DYFIയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിട്ട് 2 ടേം പ്രവർത്തിച്ച ആളാണ്. LDFന്റെ എറണാകുളം ജില്ലാ കൺവീനർ കൂടിയായ ശ്രീ ജോർജ് എടപ്പരുത്തി. DYFI എന്നൊക്കെ പറയുമ്പോൾ കേരള കോൺഗ്രസിന്റെ വലിയ തെരഞ്ഞെടുപ്പ് നടന്നു. ചെയർമാന്റെ പടം കൊണ്ട് കൊടുത്തു. ആ പടം കണ്ടപ്പോൾ ഞാനും കൂടെ വാങ്ങിച്ചു പോയി. സെക്രട്ടറി ജനറലിന്റെ ചെയർമാന്റെ ഒരു പടം, ഈ കവിരാജിന്റെ മരുന്ന് കച്ചവടക്കാരൻ രണ്ടുപേരും കൂടെ ഒരു കോളത്തിൽ. അതാണ് കേരള കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന അംഗീകാരം. PC തോമസ് ഈ ഡാൻസ് എല്ലാം ഈ വഴി കിടന്ന് നടത്തി. മറ്റൊരു പാർട്ടിയിൽ നിന്ന് കുറച്ചുപേർ വരുന്നുണ്ട്, അവരെ കൂടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനൊരു ഭ്രാന്തൻ ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഒറ്റയടിക്ക് കൊന്ന് തള്ളാൻ പറ്റും. പക്ഷെ ഉയിര് പോയാലും ഞാൻ വിചാരിക്കില്ലടാ കുട്ടാ. ഇനി എന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. യഥാർത്ഥത്തിൽ ആരൊക്കെ ആരുടെയൊക്കെ കൂടെയാണ് എന്നറിയാൻ ഈ നാട്ടിൽ കണ്ടുപിടിക്കപ്പെട്ട യന്ത്രങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ എല്ലാം PC തോമസും സ്കറിയ തോമസും തന്നെ തീരുമാനിക്കട്ടെ. LDFനെ കേരള കോൺഗ്രസ് രക്ഷിക്കട്ടെ. ഇനിയൊരു ഇടവേളയാണ്. അത് കഴിഞ്ഞ് തോറ്റ സമരം പുതിയ അധ്യായം. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ല. നിരാഹാര സമരം ഇപ്പോ അവസാനിപ്പിക്കാനാണ്